أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على ألا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. സ്നേഹനിധികളായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹൃദയരായ ശ്രോതാക്കളെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. മഹനീയമായ ഈ മജ്ലിസിൽ ഒത്തൊരുമിച്ചതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സമകാലിക സമൂഹത്തിൽ ഏറെ സംസാരങ്ങൾക്ക് വിഷയീർഭവിച്ച, ഒരുപാട് വിവാദങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും ചർച്ചകൾക്കും അന്വേഷണങ്ങൾക്കും തിരികൊളുത്തിയിട്ടുള്ള വളരെ വിശാലമായ ഒരു വിഷയമാണ് തീവ്രവാദം എന്നത്. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കാഴ്ചപ്പാടുകൾ സ്വരൂപിച്ചുകൊണ്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്നവരാണ് അവരെന്നതുകൊണ്ട് തീവ്രവാദം
എന്ന സംജ്ഞ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന പ്രതിഭാസത്തോടും വിശുദ്ധ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരിക്കണം. ആ കാഴ്ചപ്പാട് പ്രമാണബദ്ധമായി മനസ്സിലാക്കുകയും വിശദീകരിക്കുകയും ചെയ്യേണ്ടത് ലോകത്ത് ഇന്ന് വളരെയധികം ആവശ്യമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. തീവ്രവാദം മുസ്ലിം സമൂഹത്തിന് ഒരിക്കലും അനുകൂലിക്കാൻ കഴിയാത്ത ഒന്നാണ്. വിശുദ്ധ ഖുർആൻ ഒന്നിലധികം സ്ഥലങ്ങളിൽ തീവ്രവാദം വെച്ചു പുലർത്തുന്നവർക്കെതിരെ സംസാരിക്കുന്നതായി നമുക്ക് കാണാം. വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയുടെ 77-ാം സൂക്തം റബ്ബ് സുബ്ഹാനഹു വ തആല പ്രസ്തുത സൂക്തത്തിൽ കൃത്യമായി പറയുന്ന കാര്യം ഖുൽ യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനികും ഗൈറൽ ഹഖ് വലാ തത്തബിഉ അഹ്വാഅ ഖൗമിൻ ഖദ് ളല്ലൂ മിൻ ഖബ്ലു വഅളല്ലൂ കസീറാ വളല്ലൂ അൻ സവാഇസ് സബീൽ. ഖുൽ, ഓ പ്രവാചകരെ താങ്കൾ പറയുക, യാ അഹ്ലൽ കിതാബ്, ഏ വേദക്കാരെ, ലാ തഗ്ലൂ ഫീ ദീനികും ഗൈറൽ ഹഖ്, അന്യായമായ നിലക്കൊരിക്കലും നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ അതിരുവിടാൻ പാടില്ല. നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ അതിരുകവിയാൻ പാടില്ല. വലാ തത്തബിഉ അഹ്വാഅ ഖൗമിൻ ഖദ് ളല്ലൂ മിൻ ഖബ്ലു വഅളല്ലൂ കസീറാ, ഒരിക്കലും ഒരു ജനതയുടെ തന്നിഷ്ടങ്ങളെ നിങ്ങൾ പിന്തുടരരുത്. ഖദ് ളല്ലൂ മിൻ ഖബൽ, വളരെ നേരത്തെ തന്നെ അവർ സത്യമാർഗത്തിൽ നിന്ന് പിഴച്ചു പോയിട്ടുണ്ട്. വഅളല്ലൂ കസീറാ, ഒരുപാട് ആളുകളെ അവർ പിഴപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വളല്ലൂ അൻ സവാഇസ് സബീൽ, നേരായ മാർഗത്തിൽ നിന്ന് പണ്ടേ അവർ പിഴച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. ആയതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ അതിരുകവിയരുത് എന്ന് ഖുർആൻ പറയുമ്പോൾ ആ ഉലുവ്, മതത്തിൽ തീവ്ര നിലപാട് വെച്ചു പുലർത്തുക എന്ന പ്രതിഭാസത്തെ, എന്ന പ്രവർത്തനത്തെ വിശുദ്ധ ഖുർആൻ ശക്തമായി വിരോധിക്കുകയാണ് ചെയ്യുന്നത്. ഇതേ കാര്യം തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇന്റെ 171-ാം ആയത്തിലും ആവർത്തിച്ച് പറഞ്ഞു. യാ അഹ്ലൽ കിതാബി ലാ തഗ്ലൂ ഫീ ദീനികും വലാ തഖൂലൂ അലല്ലാഹി ഇല്ലൽ ഹഖ്, ഓ വേദക്കാരെ, ലാ തഗ്ലൂ ഫീ ദീനികും, ഒരിക്കലും നിങ്ങളുടെ മതത്തിൽ നിങ്ങൾ അതിരുവിടാൻ പാടില്ല. വലാ തഖൂലൂ അലല്ലാഹി ഇല്ലൽ ഹഖ്, അല്ലാഹുവിന്റെ കാര്യത്തിൽ ഒരിക്കലും സത്യമല്ലാത്തത് നിങ്ങൾ പറയരുത്. അല്ലാഹുവിന്റെ കാര്യത്തിൽ ഒരിക്കലും നിങ്ങൾ കളവ് പറയരുത്. ഖുർആൻ വളരെ ശക്തമായി വേദക്കാരെ ഉപദേശിക്കുകയാണ്. മതത്തിൽ അതിരുകവിയുക എന്നത് ഒരിക്കലും അനുകൂലമല്ല, അനുയോജ്യമല്ല, അത് മനുഷ്യ സമൂഹത്തിന്റെ നാശത്തിന് ഹേതുമാകുന്നതാണ് എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സമുദായത്തെ ഉപദേശിച്ചതായി നസായിയുടെ 3059-ാം നമ്പർ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. വഇയ്യാകും വൽ ഗുലുവ ഫിദ്ദീൻ ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും അൽ ഗുലുവ ഫിദ്ദീൻ. വഇയ്യാകും വൽ ഗുലുവ, നിങ്ങൾ ഗുലുവിനെ സൂക്ഷിക്കണം, അതിരുവിടുന്നത് സൂക്ഷിക്കണം, മതത്തിൽ അതിരുകവിയുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും അൽ ഗുലുവ ഫിദ്ദീൻ, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ തലമുറകൾ, സമൂഹങ്ങൾ, അവർ നശിക്കാൻ കാരണമായത്, അവർ നാശത്തിൽ എത്തിപ്പെട്ടത് മതത്തിൽ അതിരുകവിഞ്ഞത് കൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മതത്തിന്റെ കാര്യത്തിൽ തീവ്രവാദം എന്നത് മുസ്ലിം സമൂഹത്തിന് അന്യമായ കാര്യമാണ്. തീവ്രവാദം എന്ന് പറഞ്ഞാൽ തന്നെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്
അതിരുകവിഞ്ഞുകൊണ്ടുള്ള അതിരുവിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളും സിദ്ധാന്തങ്ങളും നടപടികളും പ്രത്യയശാസ്ത്രങ്ങളും ദർശനങ്ങളുമാണ്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ സവിശേഷത വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 143-ാം സൂക്തത്തിലൂടെ വിശദീകരിക്കുമ്പോൾ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ സവിശേഷതയായി വിശുദ്ധ ഖുർആൻ പറയുന്നത് വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ ലിതകൂനൂ ശുഹദാഅ അലന്നാസി വയകൂനർ റസൂലു അലൈക്കും ഷഹീദാ വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ നിങ്ങളെ നാം ഒരു മധ്യമ സമൂഹമാക്കിയിട്ടുണ്ട്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ അപ്രകാരം നിങ്ങളെ നാം ഒരു മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു. ലിതകൂനൂ ശുഹദാഅ അലന്നാസ് നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളായി തീരാൻ വേണ്ടി. വയകൂനർ റസൂലു അലൈക്കും ഷഹീദ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ സാക്ഷിയായി തീരാൻ വേണ്ടിയും. അല്ലാഹുവിന്റെ പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയായി നിലകൊള്ളുകയും നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളായി നിലകൊള്ളുകയും ചെയ്യുന്ന രൂപത്തിൽ ഒരു മധ്യമ സമൂഹമാക്കി നിങ്ങളെ നാം മാറ്റിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആ മധ്യമ സമൂഹം എന്നതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും അതിരുവിട്ട ഒരു നിലപാട് ഒരു വിഷയത്തിലും മുസ്ലിം സമുദായം സ്വീകരിക്കുകയില്ല എന്ന അർത്ഥത്തിലാണ്. തീവ്രവാദ നയം ഒരിക്കലും മുസ്ലിം സമുദായം സ്വീകരിക്കുകയില്ല. അതുപോലെ തന്നെ ഒരു ഇമ്മാത്തിന്റെ നയം, കൂടെ കൂടുന്ന നയം, ഒരു മഅയ്യത്ത്, അതും മുസ്ലിം സമൂഹം സ്വീകരിക്കുകയില്ല. നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന സിദ്ധാന്തം, ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുക്കണ്ടം തിന്നണമെന്ന സിദ്ധാന്തം ഒരിക്കലും മുസ്ലിം സമുദായത്തിന് അനുയോജ്യമല്ല. എന്നാൽ അതിര് വിട്ടുകൊണ്ടുള്ള തീവ്രവാദത്തിന്റെ നയവും ഒരിക്കലും മുസ്ലിം സമുദായത്തിന് അനുയോജ്യമല്ല. നേരെ മറിച്ച് മുസ്ലിം സമുദായത്തിന്റെ നയം എന്ത് എന്ന് ചോദിച്ചാൽ അവർ ഉമ്മത്തൻ വസത്തൻ അല്ലെങ്കിൽ ഉമ്മത്തുൻ വസത്തുൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു മധ്യമ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഏതൊരു കാര്യത്തിലും നിലകൊള്ളുന്നവരാണ്. മധ്യമ നിലപാട് എന്നതിനും കൃത്യമായ വിശദീകരണമുണ്ട്. മധ്യമ നിലപാട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ടാളുകൾ തമ്മിൽ വഴക്കിട്ടാൽ, രണ്ട് ആളുകൾ തമ്മിൽ ചേരിതിരിഞ്ഞാൽ ആ രണ്ടാളുകൾക്കിടയിൽ ചെന്നുകൊണ്ട് അവർ രണ്ടുപേരും പറയുന്ന അഭിപ്രായത്തിനല്ലാതെ മറ്റൊരഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് നിലനിൽക്കുക എന്നതിനല്ല മധ്യമ നിലപാട് എന്ന് പറയുക. നേരെ മറിച്ച് മധ്യമ നിലപാട് എന്നതുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവിടെ ഉദ്ദേശിച്ചത് അള്ളാഹുവിന്റെ ഖുർആൻ എന്തു പറഞ്ഞുവോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ഏതൊരു നിലപാട് ആ വിഷയത്തിൽ സ്വീകരിച്ചുവോ ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രമാണത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സമൂഹം എന്ന നിലക്കാണ് ഉമ്മത്തുൻ വസത്ത് എന്ന് മുസ്ലിം സമുദായത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ ഏതേതു സാഹചര്യത്തിലായാലും അവന്റെ ആശയങ്ങൾ അവർ ക്രമീകരിക്കുക, അവന്റെ സിദ്ധാന്തങ്ങൾ അവൻ ആവിഷ്കരിക്കുക, അവന്റെ നടപടിക്രമങ്ങൾ അവൻ സ്വരൂപിക്കുക, അത് പ്രമാണബദ്ധമായിക്കൊണ്ടാണ്, ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദ ഭീകരവാദ ചിന്താഗതി വെച്ച് പുലർത്താൻ ഒരിക്കലും അവന് സാധ്യമല്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഇസ്ലാം ഈ ലോകത്തെ പഠിപ്പിക്കുന്ന ഒരു മാനവ സങ്കല്പമുണ്ട്. ഇസ്ലാമിന്റെ ഒരു സാമൂഹ്യ സങ്കല്പമുണ്ട്. ആ സാമൂഹ്യ സങ്കല്പം വിശുദ്ധ ഖുർആനിൽ കൃത്യമായി റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്ത് ഹുജറാത്തിന്റെ 13-ാം സൂക്തത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഇസ്ലാമിന്റെ മാനവിക സങ്കല്പത്തെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ, നിങ്ങളെല്ലാവരും ഒരുപ്പയുടെയും ഉമ്മയുടെയും മക്കളാണ്, ഒരു വാപ്പയുടെയും ഒരു ഉമ്മയുടെയും മക്കളാണ്. ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുപ്പയുടെയും ഒരുമ്മയുടെയും മക്കളാണ് എന്ന മാനവിക സങ്കല്പമാണ് വിശുദ്ധ ഖുർആൻ ഈ ലോകത്തെ അറിയിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ സാമൂഹ്യ സങ്കല്പം എങ്ങനെയാണ്? ലോകത്തുള്ള മനുഷ്യർ മുഴുവൻ, അവൻ പാശ്ചാത്യനാണെങ്കിലും പൗരസ്ത്യനാണെങ്കിലും കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും അപ്രകാരം രാജ്യങ്ങളിൽ ഏത് തലത്തിൽ ഏത് സംസ്കാരത്തിൽ ഏത് ഭാഷയിൽ ജീവിക്കുന്നവനാണെങ്കിലും
ലോകത്ത് മനുഷ്യനായി പിറന്നവനാണോ അവരെല്ലാവരും ഒരുപ്പയുടെയും ഒരുമ്മയുടെയും മക്കളാണ് എന്ന് ലോകത്തുള്ള സർവമാന മനുഷ്യർക്കും പൊക്കിൽ കൊടി ബന്ധമുണ്ട് എന്ന അടിസ്ഥാനപരമായ തത്വം മാനവ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഓ മനുഷ്യരെ ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളെല്ലാവരും ഒരുപ്പയുടെയും ഒരുമ്മയുടെയും മക്കളാണ്. ആ പ്രഖ്യാപനത്തിൽ നമ്മുടെ നാട്ടിലുള്ള ഹൈന്ദവൻ പെട്ടു, ആ പ്രഖ്യാപനത്തിൽ നമ്മുടെ നാട്ടിലുള്ള ക്രൈസ്തവൻ പെട്ടു, ആ പ്രഖ്യാപനത്തിൽ നമ്മുടെ നാട്ടിലുള്ള ബൗദ്ധ മതക്കാരൻ പെട്ടു, അതുപോലെ തന്നെ ആ പ്രഖ്യാപനത്തിൽ നമ്മുടെ നാട്ടിലുള്ള ജൈന മതക്കാരൻ പെട്ടു. മതമുള്ളവനും മതമില്ലാത്തവനും, ആണും പെണ്ണും, വലിയവനും ചെറിയവനും, പാശ്ചാത്യനും പൗരസ്ത്യനും, അങ്ങനെ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും വിളിച്ചുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, ഓ മനുഷ്യ, നിങ്ങൾക്ക് പൊക്കിൽ കൊടി ബന്ധമുണ്ട്. നിങ്ങളെല്ലാവരും ഒരുപ്പയുടെയും ഒരുമ്മയുടെയും മക്കളാണ്. സ്വാഭാവികമായും മനുഷ്യന് സംശയമുണ്ടാകാം, എങ്കിൽ എന്തുകൊണ്ട് വ്യത്യസ്ത വർഗങ്ങൾ, എന്തിന് വ്യത്യസ്ത തറവാടുകൾ, എന്തിന് വ്യത്യസ്ത സംസാരങ്ങൾ, എന്തിന് വ്യത്യസ്ത ഭാഷകൾ, എന്തിന് വ്യത്യസ്ത സംസ്കാരങ്ങൾ, എന്തിന് വ്യത്യസ്ത ദർശനങ്ങൾ, എന്തിനാണ് ഈ വ്യത്യാസം, എന്തിനാണ് ഈ വൈജാത്യം, എന്തിനാണ് ഈ രൂപത്തിൽ പല രൂപത്തിലും മനുഷ്യ സമൂഹത്തിന്റെ ഇടയിൽ നിലനിൽക്കുന്നതായ വ്യത്യസ്തങ്ങളായ വേർതിരിവുകൾ? ആ വ്യത്യസ്ത വേർതിരിവുകളിൽ വിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കുന്ന തറവാട് വ്യവസ്ഥ, വിവിധ കക്ഷികളായി വ്യത്യസ്ത സമൂഹങ്ങളായി മനുഷ്യർ ജീവിക്കുന്ന ഒരു വ്യവസ്ഥ, ഒരു സാമൂഹിക വ്യവസ്ഥ നടപ്പാക്കിയതിന്റെ കാരണത്തെ വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു. ഒരുപ്പയുടെയും ഒരുമ്മയുടെയും മക്കളായ മാനവ സമൂഹത്തിനിടയിൽ അവർക്കിടയിൽ വർഗങ്ങളും വർണ്ണങ്ങളും ഉണ്ടാക്കിയത്, അവർക്കിടയിൽ പ്രത്യേകമായ വർഗങ്ങളെ വേർതിരിച്ചത് ലിതആറഫു, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. എല്ലാവരും ഒരുപോലെ ഇരുന്നാൽ, എല്ലാവരും ഒരേ ഭാഷ സംസാരിക്കുന്നു, എല്ലാവരും ഒരേ നിറക്കാരാണ്, എല്ലാവരും ഒരേ രൂപത്തിലാണ്, എങ്കിൽ മനുഷ്യന്മാരെ തിരിച്ചറിയാൻ കഴിയില്ല, ആളുകളെ തിരിച്ചറിയാൻ സാധ്യമല്ല. അതുകൊണ്ട് വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു, നിങ്ങൾക്കിടയിൽ വർഗങ്ങളും വർണ്ണങ്ങളും ഒക്കെ നിശ്ചയിച്ചത് ലിതആറഫു, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ അല്ലാഹുവിന്റെ അടുക്കൽ മാന്യൻ തഖ്വയുള്ളവനാണ്, ആ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ്, അവനാണ് അല്ലാഹുവിന്റെ അടുക്കൽ അങ്ങേയറ്റം സ്ഥാനമുള്ളവൻ, ആദരവുള്ളവൻ. ആയതിനാൽ മനുഷ്യരെന്ന നിലക്ക് എല്ലാവരും ഒരുപ്പയുടെയും ഒരുമ്മയുടെയും മക്കളാണെന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണമെന്ന സന്ദേശം ലോകത്തോട് പ്രഖ്യാപിച്ച വിശുദ്ധ ഖുർആനിന് തീവ്രവാദം പറയാൻ കഴിയുമോ? ഭീകരവാദം പ്രസംഗിക്കാൻ കഴിയുമോ? തീവ്രവാദത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ? ഭീകരവാദത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. തന്റെ സഹോദരനെ നശിപ്പിക്കാൻ, തന്റെ സഹോദരനെ കൊല്ലാൻ, തന്റെ സഹോദരനെ ഇല്ലായ്മ ചെയ്യാൻ ഒരിക്കലും ഒരു മനുഷ്യരോടും വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുകയില്ല, ആവശ്യപ്പെട്ടിട്ടുമില്ല. കൃത്യമായ വ്യക്തമായ ഏതൊരു മനുഷ്യനും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മാനവിക സങ്കല്പമാണ് വിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചത്. ആ മാനവിക സങ്കല്പം അവതരിപ്പിച്ചപ്പോൾ മനുഷ്യരെ സുഖിപ്പിക്കുന്ന, ആനന്ദിപ്പിക്കുന്ന കുറച്ച് ടോപ്പിയൻ സിദ്ധാന്തങ്ങൾ മനുഷ്യന്റെ മുന്നിൽ അവതരിപ്പിച്ച് അവസാനിപ്പിക്കുകയല്ല വിശുദ്ധ ഖുർആൻ ചെയ്തത്. നേരെ മറിച്ച് ലോകത്ത് നിലനിൽക്കുന്ന സാഹചര്യങ്ങളെ വിശുദ്ധ ഖുർആൻ കൃത്യമായി വിലയിരുത്തി. സമൂഹത്തിൽ നിലനിൽക്കുന്ന സാംസ്കാരിക മത ആദർശ വൈവിധ്യങ്ങൾ വിശുദ്ധ ഇസ്ലാം കണ്ടു. വിശുദ്ധ ഇസ്ലാം കൃത്യമായി അതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ സ്വരൂപിച്ചു. ലോകത്ത് നിലനിൽക്കുന്ന ദാർശനിക വൈജാത്യങ്ങൾ, മതവൈവിധ്യങ്ങൾ, ആദർശ വൈവിധ്യങ്ങൾ, ഈ നിലക്കുള്ള ആദർശ വൈവിധ്യങ്ങളെയും മതവൈവിധ്യങ്ങളെയും വിശുദ്ധ ഖുർആൻ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒന്നുണ്ട് ലോകത്ത് എന്നത് വിശുദ്ധ ഖുർആൻ സമ്മതിച്ചു കൊടുക്കുന്നു, അതിനെ അംഗീകരിച്ചു എന്നല്ല പറയുന്നത്. നേരെ മറിച്ച് ലോകത്ത് നിലനിൽക്കുന്ന മതവൈവിധ്യങ്ങൾ, അതുപോലെ തന്നെ സാംസ്കാരിക വൈവിധ്യങ്ങൾ, ആദർശ വൈവിധ്യങ്ങൾ വിശുദ്ധ ഖുർആൻ കാണുകയും അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു. വിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സൂക്തങ്ങൾ ആ വിഷയം മനുഷ്യനെ പഠിപ്പിച്ചുകൊണ്ട് നിലനിൽക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസിന്റെ 99-ാം സൂക്തം, ആ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത്, വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ അഫ അൻത തുക്രിഹുൻ നാസ ഹത്താ യകൂനൂ മുഅ്മിനീൻ. ഓ പ്രവാചകരെ, വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ,
തീർച്ചയായും നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും നാം ഈമാനുള്ളവരാക്കുമായിരുന്നു, മുഅ്മിനീങ്ങളാക്കുമായിരുന്നു. നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും അവൻ മുഅ്മിനീങ്ങളാക്കുമായിരുന്നു. ഒരിക്കലും അള്ളാഹുവിന്റെ ഉദ്ദേശം അങ്ങനെ ഒരു ഉദ്ദേശം അള്ളാഹുവിനില്ല. അള്ളാഹുവിന് അങ്ങനെ ഒരു തീരുമാനമില്ല. ആ നിലക്ക് ജനങ്ങൾ മുഴുവനും ഈമാനിലേക്ക് കടന്നു വരാൻ, അവരെല്ലാവരും മുഅ്മിനീങ്ങളാകാൻ അങ്ങ് നിർബന്ധിക്കുകയാണോ? പ്രവാചകനോട് അള്ളാഹു ചോദിക്കുകയാണ്. ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ഒരു മാർഗത്തിൽ, ഒരേ വിശ്വാസത്തിൽ, ഒരേ ആദർശത്തിൽ ഒരുമിച്ച് കൂട്ടാൻ നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഉദ്ദേശമില്ല. ഈ ലോകത്ത് ഇരുളും വെളിച്ചവുമുണ്ട്, സത്യവും അസത്യവുമുണ്ട്, ധർമ്മവും അധർമ്മവുമുണ്ട്, ന്യായവും അന്യായവുമുണ്ട്. അത് ഈ ലോകത്തിന്റെ പ്രതിഭാസമാണ്. ന്യായം മാത്രം ഉള്ള ഒരു ഭൗതിക പ്രപഞ്ചമില്ല. നീതി മാത്രം നിലനിൽക്കുന്ന ഒരു ഭൂമി ലോകവും ഒരു സിദ്ധാന്തവും ഈ ഭൂമിയിൽ സാധ്യമല്ല. പ്രകാശം മാത്രം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഈ ലോകത്തുണ്ടാവുകയില്ല. ഇരുള് മാത്രം സ്ഥായിയാകുന്ന ഒരു ഭാവം ലോകത്തുണ്ടാവുകയില്ല. ഇരുളും വെളിച്ചവുമുണ്ട്, സത്യവും അസത്യവുമുണ്ട്, ധർമ്മവും അധർമ്മവുമുണ്ട്, നീതിയും അനീതിയുമുണ്ട്, ക്രമവും അക്രമവുമുണ്ട്. അങ്ങനെ ഈ ലോകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു എന്ന നിലക്ക് സാംസ്കാരിക വൈജാത്യങ്ങൾ ഉണ്ടാകും, ആദർശ വൈവിധ്യങ്ങൾ ഉണ്ടാകും, മതവൈജാത്യങ്ങൾ ഉണ്ടാകും. ആയതിനാൽ തന്റെ സിദ്ധാന്തം മറ്റുള്ളവർ സ്വീകരിക്കണമെന്ന് ആരോടും നിർബന്ധിക്കേണ്ടതില്ല. കാര്യങ്ങൾ നിങ്ങൾക്ക് തുറന്നു പറയാം, സത്യത്തിലേക്ക് ജനങ്ങളെ വിളിക്കാം, സത്യമാർഗം കാണിച്ചു കൊടുക്കാമെന്നല്ലാതെ ഇന്നത് സ്വീകരിച്ചേ പറ്റൂ എന്ന നിർബന്ധ നിലപാട് നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇനിയും വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹ്ലിന്റെ 93-ാം സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ ആശയം മറ്റൊരു രൂപത്തിൽ പറയുന്നത് കാണാം. വലൗ ശാ അല്ലാഹു ലജഅലകും ഉമ്മതൻ വാഹിദ വലാകിൻ യുദില്ലു മൻ യശാഉ വയഹ്ദി മൻ യശാഉ വലതുസ്അലുന്ന അമ്മാ കുൻതും തഅമലൂൻ. വലൗ ശാ അല്ലാഹു ലജഅലകും ഉമ്മതൻ വാഹിദ, നിന്റെ റബ്ബ് അല്ലാഹു അവൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ലജഅലകും ഉമ്മതൻ വാഹിദ, നിങ്ങളെ മുഴുവൻ ഏക ഉമ്മത്താക്കുമായിരുന്നു, ഒരേ ഒരു സമൂഹമാക്കി നിങ്ങളെ മാറ്റുമായിരുന്നു. എല്ലാവരും, ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരേ സമൂഹ ഘടനയിൽ ജീവിക്കുന്നവരാകുമായിരുന്നു. എന്നാൽ അല്ലാഹുവിന് അങ്ങനെ ഒരു ഉദ്ദേശമില്ല. വലാകിൻ യുദില്ലു മൻ യശാഉ വയഹ്ദി മൻ യശാഉ, എന്നാൽ അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ഹിദായത്തിലാക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ വഴിപിഴപ്പിക്കുന്നു. വലതുസ്അലുന്ന അമ്മാ കുൻതും തഅമലൂൻ, നിങ്ങളുടെ ചെയ്തികളെ കുറിച്ച് തീർച്ചയായും നിങ്ങളെ വിചാരണ ചെയ്യുക തന്നെ ചെയ്യും. ഇത് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അപ്പോൾ ലോകത്ത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നന്മയിൽ വർത്തിക്കുന്നവരും തിന്മയിൽ വർത്തിക്കുന്നവരും ഉണ്ടാകും. സത്യമാർഗം സ്വീകരിച്ചവരും അസത്യമാർഗം സ്വീകരിച്ചവരും ഉണ്ടാകും. സൽസരണിയിലൂടെ സഞ്ചരിക്കുന്നവരും പിഴച്ച മാർഗം സ്വീകരിച്ചവരും ഉണ്ടാകും. വീണ്ടും ഖുർആൻ പറയുന്നു, സൂറത്തു സജ്ദയുടെ 13-ാമത്തെ സൂക്തം, വലൗ ശിഇനാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ വലാകിൻ ഹഖൽ ഖൗലു മിന്നി ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. വലൗ ശിഇനാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ, അല്ലാഹു പറയുകയാണ്, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും നാം ഹിദായത്ത് നൽകുമായിരുന്നു, എല്ലാവരെയും നാം ഹിദായത്തിലാക്കുമായിരുന്നു, എല്ലാവരെയും നാം മുസ്ലിങ്ങളാക്കുമായിരുന്നു. പക്ഷേ വലാകിൻ ഹഖൽ ഖൗലു മിന്നി, ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. ലോകത്തുള്ള സൽസരണിയിലെത്തുന്ന എല്ലാ ആളുകളും ഹിദായത്തിലെത്തിപ്പെടുന്ന, ലോകത്തുള്ള മുഴുവൻ ആളുകളും മുഅ്മിനീങ്ങളായി തീരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. കാരണം വലാകിൻ ഹഖൽ ഖൗലു മിന്നി, എന്നിൽ നിന്നുള്ള വാക്ക് സ്ഥിരപ്പെട്ടു പോയി, എന്നിൽ നിന്നുള്ള വാക്ക് സ്ഥിരപ്പെട്ടു പോയി. ഏതാണ് ആ വാക്ക്? ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ, ആ മനുഷ്യരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും നരകം നാം നിറക്കുമെന്ന ആ വാക്ക് സ്ഥിരപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഹിദായത്തിലെത്തുക എന്ന ഒരു കാര്യം ലോകത്ത് സംഭവ്യമേയല്ല. എല്ലാവരും ഒരേ അഖീദ സ്വീകരിക്കുന്ന ഒരവസ്ഥ ലോകത്ത് സംഭവ്യമേയല്ല. എല്ലാവരും
എല്ലാവരും ഒരേ മതക്കാരാകുന്ന ഒരവസ്ഥ ലോകത്ത് സംഭവ്യമേയല്ല. എല്ലാവരും ഒരു വിശ്വാസത്തിൽ, ഒരേ ആചാരത്തിൽ, ഒരേ സംസ്കാരത്തിൽ, ഒരേ ജീവിത രീതിയിൽ കോർത്തിണങ്ങുന്ന ഒന്നിക്കുന്ന ഒരു സംവിധാനം ഈ ലോകത്ത് സംഭവ്യമേയല്ല. ഇത് വിശുദ്ധ ഖുർആൻ കണിശമായി ലോകത്ത് നിലനിൽക്കുന്ന ഒരു സാമൂഹിക താളക്രമമായി വിവരിച്ചു തന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിന്റെ നേരെ വിശുദ്ധ ഇസ്ലാം കണ്ണടച്ചില്ല. ആ യാഥാർത്ഥ്യം കണ്ടില്ലെന്ന് നടിച്ചില്ല വിശുദ്ധ ഖുർആൻ. ആ യാഥാർത്ഥ്യത്തെ കാണുകയും ആ യാഥാർത്ഥ്യത്തെ കണ്ടുകൊണ്ട് ആ യാഥാർത്ഥ്യത്തെ എങ്ങനെ നേരിടണമെന്ന അടിസ്ഥാനപരമായ തത്വം മാനവ സമൂഹത്തെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഈ യാഥാർത്ഥ്യത്തെ നേരിടേണ്ടത്? നിരവധി അനവധി മതങ്ങൾ നിലനിൽക്കുന്ന, മതവൈജാത്യങ്ങളും മതവൈവിധ്യങ്ങളും നിലനിൽക്കുന്ന, വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത സംസ്കാരങ്ങളുമുള്ള ഒരു ലോകത്ത് ഒരു മുസ്ലിം എന്ന നിലക്ക് നീ ജീവിക്കുമ്പോൾ നിന്നെ സംബന്ധിച്ചിടത്തോളം ആ യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് നീ നേരിടേണ്ടത്? അവിടെ കൃത്യമായ ഒരു പെരുമാറ്റ ചിട്ട, ആ പെരുമാറ്റ മര്യാദ കൃത്യമായി വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചക ജീവിതത്തിൽ ഒരുപാട് തെളിവുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാം. എത്രത്തോളം നാം മനസ്സിലാക്കി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചകനോട് അങ്ങേയറ്റം ശത്രുത പ്രഖ്യാപിച്ച ഒരു വിഭാഗം യഹൂദികളാണവർ. വിശുദ്ധ ഇസ്ലാമിനോട് പരസ്യമായി ശത്രുത പ്രഖ്യാപിച്ചവർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുവാൻ ശ്രമിച്ചവർ. ഒരു വട്ടമല്ല, 2 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ ശ്രമിച്ചവരാണ് യഹൂദികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്നപ്പോൾ തന്നെ, പ്രവാചകന് നുബുവത്ത് കിട്ടിയപ്പോൾ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു നുബുവത്ത് കൊണ്ട് അലങ്കരിക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഇന്നി റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ യഹൂദികളിൽ പല ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. അവരുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ ലക്ഷണങ്ങളൊത്ത വ്യക്തിത്വമാണോ ഇദ്ദേഹം എന്നവർ പരിശോധിച്ചു. അതെ, തങ്ങളുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ മുഴുവൻ ലക്ഷണങ്ങളും ഒത്ത വ്യക്തിത്വമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നവർ മനസ്സിലാക്കിയതിനു ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, തങ്ങളുടെ ഗോത്രത്തിൽ, അതേ ഇസ്ഹാഖിയ പരമ്പരയിൽ മുഹമ്മദ് നബി അവസാനത്തെ പ്രവാചകൻ കടന്നു വന്നില്ല എന്ന ഒറ്റ കാരണത്താൽ വംശീയത, ആ വംശീയ വിഭാഗീയത വെച്ചു പുലർത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാൻ യഹൂദികൾ തയ്യാറായില്ലെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്താനാണ് അവർ ശ്രമിച്ചത്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുവാൻ വേണ്ടിയുള്ള വധശ്രമം അവർ നടത്തിയപ്പോൾ അതിന്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാംസമായ ആടിന്റെ തുടയുടെ ഭാഗം, ആടിന്റെ കുറക്, ആ കുറകാണ് പ്രവാചകന് ഇഷ്ടപ്പെട്ട ഭക്ഷണമെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ജൂത പെണ്ണ് ആടിന്റെ കുറക് നന്നായി പൊരിച്ചിട്ട് അതിൽ മാരകമായ വിഷം പുരട്ടിയിട്ട് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ക്ഷണം സ്വീകരിച്ച് ആ വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ പ്രവാചകന്റെ മുന്നിലേക്ക് ആ ഭക്ഷണത്തളിക ആ ജൂതപ്പെണ്ണ് നീക്കിവെക്കുമ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സൽക്കാരം സ്വീകരിച്ച് തന്റെ സഹജീവിയോട്, തന്നോടൊപ്പം ജീവിക്കുന്ന, തന്റെ കൂടെ ജീവിക്കുന്ന, തന്റെ അയൽപക്കക്കാരായ ആ കുടുംബത്തിന്റെ സദ്യ സ്വീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മാംസത്തിലേക്ക് കൈനീട്ടി അതിൽ നിന്നൊരൽപ്പം എടുത്ത് തന്റെ വായിലേക്ക് അടുപ്പിക്കുമ്പോ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്ന് പ്രവാചകന്റെ കൈ തട്ടിമാറ്റിയിട്ട് പറയുന്നു, പ്രവാചകരെ അത് കഴിക്കരുത്, അതിൽ മാരകമായ വിഷമുണ്ട്, താങ്കളെ വധിക്കുവാൻ വേണ്ടി ഗൂഢമായി അവർ അതിൽ മാരക വിഷം പുരട്ടിയിട്ടുണ്ട് പ്രവാചക, അതുകൊണ്ട് അത് കഴിക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ് പ്രവാചകനെ തടയുമ്പോ പ്രവാചകനോടൊപ്പം ആ സദ്യയിൽ പങ്കെടുത്ത, ആ സൽക്കാരത്തിൽ പങ്കെടുത്ത ഒരു സഹാബി അതിനുള്ളിൽ തന്നെ അദ്ദേഹം ആ മാംസം വായിലേക്ക് ഇറക്കി. തൽക്ഷണം അദ്ദേഹം വീണു മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സംരക്ഷിച്ചു. വല്ലാഹു യഅസിമുക മിനന്നാസ്, തീർച്ചയായും ഓ പ്രവാചകരെ അല്ലാഹു തങ്ങളെ സംരക്ഷിക്കുമെന്ന ആ വാഗ്ദാനം അല്ലാഹു ആ സമയത്ത് പ്രവാചകന്റെ കാര്യത്തിൽ നടപ്പാക്കി. പ്രവാചകൻ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു തവണ പ്രവാചകനെ വധിക്കുവാൻ ഗൂഢതന്ത്രം ആവിഷ്കരിക്കുകയും അതിൽ പരാജയപ്പെടുകയും ചെയ്തപ്പോൾ രണ്ടാമതായി പ്രവാചകൻ ഒരു വീട്ടുമുറ്റത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ
ആ വീടിന്റെ മുകളിലത്തെ നിലയിൽ കയറി വലിയൊരു പാറക്കല്ലെടുത്ത് പ്രവാചകന്റെ തലയിലേക്ക് വലിച്ചെറിഞ്ഞ് രണ്ടാം വട്ടവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ശ്രമിച്ച യഹൂദികൾ. ആ വധശ്രമത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമതും രക്ഷപ്പെട്ടപ്പോൾ അരിശം തീരാതെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ചെയ്തുകൊണ്ട് പ്രവാചകനെ ബുദ്ധിമുട്ടിച്ചു യഹൂദികൾ. അങ്ങനെ തങ്ങളാലാകാവുന്ന എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങൾ പ്രവാചകനെ ഏൽപ്പിച്ച യഹൂദികളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതേ മുസ്ലിം സമൂഹത്തോട് വ്യക്തമായി ശത്രുത പുലർത്തുന്നവരാണവർ. എന്നാൽ അത്രമാത്രം വിശുദ്ധ ഖുർആനോടും പ്രവാചകനോടും മുസ്ലിങ്ങളോടും ശത്രുത പുലർത്തുന്നവരാണ് യഹൂദികൾ എന്നിരിക്കവെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകന്റെ സഹാബത്തും ഒരിക്കലിരിക്കുമ്പോ മർറബിനാ ജനാസ, റസൂലുള്ളാഹിയുടെ സഹാബികൾ പറയുകയാണ്, ഒരു ജനാസ ഞങ്ങളുടെ സമീപത്തു കൂടി ഇങ്ങനെ പോകുന്നു, ഒരു മയ്യിത്തിനെ കൊണ്ടുപോകുന്നു. ആ സമയത്ത് ഫഖാമലഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ വകുംനാ ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൽക്ഷണം എണീറ്റ് നിന്നു. ഞങ്ങളും പ്രവാചകനോടൊപ്പം എണീറ്റ് നിന്നു. ആ മയ്യിത്ത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റസൂലുള്ളാഹിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നഹാ ജനാസത്തു യഹൂദി, അതൊരു ജൂതന്റെ മയ്യിത്തല്ലേ, ഒരു യഹൂദിയുടെ മയ്യിത്തല്ലേ നബിയേ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി എന്താണെന്നറിയുമോ? ഇദാ റഅയ്തുമുൽ ജനാസത ഫഖൂമു, നിങ്ങളൊരു മയ്യിത്ത് കണ്ടാൽ അങ്ങ് എണീറ്റ് നിന്നാൽ മതി. അവന്റെ മതം നോക്കിയിട്ടല്ല, അവന്റെ ജാതി നോക്കിയിട്ടല്ല, അവൻ ഏത് മതക്കാരനാണെന്ന് നോക്കിയിട്ടല്ല. വഇദാ റഅയ്തുമുൽ മയ്യിത ഫഖൂമു, ഒരു മയ്യിത്തിനെ കണ്ടാൽ, ഒരു മയ്യിത്ത് കണ്ടാൽ, ഒരു ജനാസ കൊണ്ടുപോകുന്നത് കണ്ടാൽ നിങ്ങൾ എണീറ്റ് നിൽക്കൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തെ പഠിപ്പിക്കുകയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ ആരും ശ്രദ്ധിക്കേണ്ടതില്ല, പാലിക്കപ്പെടേണ്ടതില്ല എന്ന നിലക്ക് മുഹമ്മദ് നബി പഠിപ്പിച്ച ഒരു കാര്യമല്ല. നേരെ മറിച്ച് റസൂലുള്ളാഹിയുടെ സഹാബത്ത് കൃത്യമായി അത് ഉൾക്കൊള്ളുകയാണ്. കൃത്യമായി ഉൾക്കൊണ്ടു എന്ന് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായപ്പോ അവരും തങ്ങളുടെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കുകയാണ്. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ 1312 ഹദീസായി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, കാന സഹൽ ഇബ്നു ഹുനൈഫ് വഖൈസ് ഇബ്നു സഅദ് ഖായിദൈൻ ബിൽ ഖാദിസിയ, റസൂലുള്ളാഹിയുടെ സഹാബത്തിൽപ്പെട്ട രണ്ടുപേര് സഹൽ ഇബ്നു ഹുനൈഫും ഖൈസ് ഇബ്നു സഅദും ഖാദിസിയിൽ അവർ ഇരിക്കുകയാണ്. ആ സമയത്ത് ഫമറു അലൈഹിമാ ബിജനാസ, ഒരു ജനാസ വഴിക്ക് പോകുന്നു. ഫഖാമ, ആ സമയത്ത് ആ രണ്ടാളുകളും എണീറ്റ് നിന്നു. ആ രണ്ടുപേരും എണീറ്റ് നിന്നു. നബിയുടെ രണ്ട് സഹാബികളും എണീറ്റ് നിന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന ഖാദിസയിൽ ഉണ്ടായിരുന്ന ആളുകൾ അവരോട് ചോദിച്ചു, ഫഖീല ലഹുമാ ഇന്നഹുമാ മിൻ അഹ്ലിൽ അർള് ഐ മിൻ അഹ്ലി ദിമ്മ, എന്തിനാ നിങ്ങൾ എണീറ്റത്? നിങ്ങൾ മുസ്ലിങ്ങളല്ലേ? അത് ഒരു അമുസ്ലിമിന്റെ മയ്യിത്താണ്, അഹ്ലുദ്ദിമ്മത്താണ്. ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു അമുസ്ലിമിന്റെ മയ്യിത്താണത്. ആ അമുസ്ലിമിന്റെ മയ്യിത്ത് കണ്ടപ്പോൾ എന്തിനാണ് നിങ്ങൾ എണീറ്റത് എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹിയുടെ സഹാബികള് ഇതാ ആ നാട്ടിലുള്ള ഖാദിസയിലുള്ള ആളുകൾക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നു, ഇന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മറത്ത് ബിഹി ജനാസത്തുൻ ഫഖാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ ഒരിക്കൽ ഞങ്ങളോടൊപ്പം ഇരിക്കുമ്പോ പ്രവാചകന്റെ അടുക്കലൂടെ ഒരു ജനാസ കൊണ്ടുപോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് നിന്ന സന്ദർഭത്തിൽ ഞങ്ങൾ പ്രവാചകനോട് ചോദിച്ചു, ഇന്നഹാ ജനാസത്തു യഹൂദി, ഓ പ്രവാചകരെ, അതൊരു ജൂതന്റെ മയ്യിത്തല്ലേ എന്ന്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് തിരിച്ചു ചോദിച്ചത്, അലൈസത്ത് നഫ്സാ, അലൈസത്ത് നഫ്സാ, അവൻ ജൂതനാണ്, പക്ഷെ അവനൊരു മനുഷ്യനല്ലേ, അതൊരു മനുഷ്യന്റെ മയ്യിത്തല്ലേ, അതുകൊണ്ട് മനുഷ്യത്വം കാണിക്കണം, മനുഷ്യത്വം കാണിക്കണം, മനുഷ്യത്വപരമായി പെരുമാറണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഒരു പെരുമാറ്റ മര്യാദ. ലോകത്ത് വ്യത്യസ്ത മതങ്ങളുണ്ട്, വ്യത്യസ്ത മതക്കാരുണ്ട്. ആ മതക്കാരോട് ഒരു മുസ്ലിം എന്ന നിലക്ക് ഞാൻ നിർവഹിക്കേണ്ട ബാധ്യത എന്താണ്, ഉത്തരവാദിത്തം എന്താണ്, എന്റെ മര്യാദകൾ ഞാൻ പാലിക്കേണ്ട മര്യാദ എന്താണ് എന്ന തിരിച്ചറിവ് മുസ്ലിം സമുദായത്തിന് ഉണ്ടാകണം. അത് കൃത്യമായി അവർ പാലിക്കണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല ഇനിയും ബുഖാരി വരച്ചാൽ നമുക്ക് കാണാം, ബുഖാരിയിൽ രണ്ട് സ്ഥലത്ത് ഉദ്ധരിച്ചൊരു ഹദീസ് 5657 നമ്പറായും 1356 നമ്പറായും ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ കാന ഗുലാമു യഹൂദിയുൻ യഖ്ദുമു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു. കാന ഗുലാമു യഹൂദിയുൻ, കാന ഗുലാമു യഹൂദി, ഒരു യഹൂദി കുട്ടി,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൃത്യനായി ഉണ്ടായിരുന്നു. ഫമരിള, ആ കുട്ടിക്ക് രോഗം ബാധിച്ചു. ആ കുട്ടി രോഗാതുരനായപ്പോൾ ഫഅതാഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യഊദു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജൂത കുട്ടിയെ സന്ദർശിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. ആ ജൂത കുട്ടിയുടെ സമീപത്ത് ചെല്ലുകയാണ്. ഫഖഅദ ഇൻദ റഅസിഹി, ആ കുട്ടിയുടെ തലഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയിരുന്നു. ആ യഹൂദിയുടെ വീട്ടിൽ ചെന്ന്, ആ ജൂതന്റെ വീട്ടിൽ ചെന്ന് ആ കുട്ടിയുടെ തലഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്നിട്ട് ആ കുട്ടിയോട് നബി പറഞ്ഞു, അസ്ലിം, മോനെ നീ മുസ്ലിം ആകണം, നീ മുസ്ലിം ആകണം. ഈ ലോകത്തൊരു മനുഷ്യനെ നിർവഹിക്കാവുന്ന ഏറ്റവും ഉത്തമമായ ഉദാത്തമായ ആതുര സേവന പ്രവർത്തനമാണത്. ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനമാണത്. ഏറ്റവും ഉദാത്തമായ കാരുണ്യ പ്രവർത്തനമാണത്. അസ്ലിം, മോനെ നീ മുസ്ലിം ആകണം, മുസ്ലിം ആകണം. നിന്നെ സൃഷ്ടിച്ച റബ്ബിനെ നീ നന്ദി കാണിക്കണം. ആകാശഭൂമണ്ഡലങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ മാത്രം നീ ആരാധിക്കണം. അവന് പരിപൂർണമായി നീ നിന്നെ സമർപ്പിക്കണം. ആ സമയത്ത് ആ കുട്ടി ഫനദറ ഇലാ അബീഹി വഹുവ ഇൻദഹ്, തന്റെ അടുത്തുണ്ടായിരുന്ന ഉപ്പയുടെ മുഖത്തേക്ക്, തന്റെ വാപ്പയുടെ മുഖത്തേക്ക് നോക്കിയപ്പോ ആ വാപ്പ, യഹൂദിയായ ആ ഉപ്പ ആ കുട്ടിയോട് പറഞ്ഞു, അതി അബാ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, മോനെ അബൂ ഖാസിം പറയുന്നത് നീ അനുസരിച്ചോളൂ, ഉപ്പക്ക് പ്രശ്നമില്ല. മുഹമ്മദ് പറയുന്നത് നീ അനുസരിച്ചോളൂ, ഉപ്പക്ക് പ്രശ്നമില്ല. അങ്ങനെ ഫഅസ്ലമ, ആ കുട്ടി ആ വിരിപ്പിൽ കിടന്നുകൊണ്ട്, രോഗശയ്യയിൽ കിടന്നുകൊണ്ട് മുസ്ലിമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നുണ്ടായിരുന്നു, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ. നാഥാ, ആ കുട്ടിയെ നരകത്തിൽ നിന്ന് രക്ഷിച്ച നിനക്കാണ് സ്തുതി, ആ കുട്ടിയെ നരകത്തിൽ നിന്ന് രക്ഷിച്ച നിനക്കാണ് സ്തുതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടായിരുന്നുവെന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപാടുകൾ എങ്ങനെയാണ്, പ്രവാചകന്റെ ബന്ധങ്ങൾ എങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഭൃത്യനായി കഴിയുന്നത്, പ്രവാചകന്റെ ഭൃത്യനായി ഉണ്ടായിരുന്നത് ഒരു യഹൂദിയായ കുട്ടിയാണ്. ആ കുട്ടിക്ക് രോഗം ബാധിച്ചാല് അവൻ ജൂതനാണല്ലോ, മുസ്ലിം അല്ലല്ലോ, അവനെ എനിക്ക് സന്ദർശിക്കേണ്ട ബാധ്യതയില്ല എന്ന് പ്രവാചകൻ ചിന്തിക്കുന്നില്ല. നേരെ മറിച്ച് പ്രവാചകൻ അവിടെ ചെല്ലുകയാണ്, ആ കുട്ടിയുടെ സമീപത്ത് ഇരിക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ ആ രൂപത്തിലുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെയും പ്രവാചകൻ തന്റെ ബാധ്യത മറക്കുന്നില്ല, തന്റെ ഉത്തരവാദിത്തം മറക്കുന്നില്ല, തന്റെ ദൗത്യം മറക്കുന്നില്ല. പ്രവാചകൻ തന്റെ ദൗത്യം നിർവഹിക്കുകയാണ്. പൊന്നുമോനെ, അസ്ലിം, മുസ്ലിം ആയിക്കോ. മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ അത് തീവ്രവാദത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് അല്ല, ഭീകരവാദത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് അല്ല. നേരെ മറിച്ച് സമാധാനത്തിന്റെ, കാരുണ്യത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ, സഹാനുഭൂതിയുടെ വളരെയധികം ഉന്നതമായ ഉദാത്തമായ ഒരു വലിയ വിഹായസിലേക്ക്, ഒരു വലിയ ലോകത്തിലേക്കുള്ള കാൽവെപ്പാണ് മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ. അതിനാൽ മോനെ മുസ്ലിമാക്. പ്രവാചകന്റെ ആ ഇടപാട്, പ്രവാചകന്റെ ഇടപെടൽ കാണുമ്പോ അതേ യഹൂദിയായ ആ ബാപ്പ പോലും, ആ കുട്ടിയുടെ പിതാവ് പോലും, അതി അബാ ഖാസിം, മോനെ അബൂ ഖാസിമിനെ നീ അനുസരിച്ചോളൂ, ഉപ്പക്ക് പ്രശ്നമില്ലെന്ന് പറയുകയാണ്. ആ കുട്ടി മുസ്ലിം ആവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഇതാണ് ഇസ്ലാമിലെ പെരുമാറ്റ മര്യാദ. അമുസ്ലിങ്ങളോട് എങ്ങനെ പെരുമാറണം, അവരോട് എങ്ങനെ സഹകരിക്കണം. എത്രത്തോളം വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഗൗരവമായി പഠിപ്പിച്ചത് ശിർക്കാണ്. ഏറ്റവും ഗൗരവകരമായ പാപം എന്ന നിലക്ക് അല്ലാഹു പഠിപ്പിച്ചത് ശിർക്കാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന ശിർക ലളുൽമുൻ അളീം, ഇന്ന ശിർക ലളുൽമുൻ അളീം. ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാതകം ശിർക്ക് എന്ന പാതകമാണ്. ഏറ്റവും വലിയ അക്രമം, ഏറ്റവും വലിയ ദുൽമ് ശിർക്കാണ് എന്ന് ഖുർആൻ പറഞ്ഞു. എന്നാൽ അതേ ഖുർആനിൽ തന്നെ കാണാം, അതേ ഖുർആനിൽ തന്നെ കാണാം, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാന്റെ 15-ാം സൂക്തത്തിൽ അല്ലാഹു പറയുകയാണ്, തന്റെ മാതാപിതാക്കളോടുള്ള പെരുമാറ്റ മര്യാദയെ സംബന്ധിച്ച്. തന്റെ മാതാപിതാക്കളോട് ഒരു മുസ്ലിം എങ്ങനെ ഇടപഴകണം, തന്റെ ഉമ്മയോടും തന്റെ ഉപ്പയോടും തന്നെ പോറ്റി വളർത്തിയവരോട് തന്റെ ബാധ്യത എങ്ങനെ നിറവേറ്റണം എന്ന് പഠിപ്പിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമു ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ വത്തബിഅ സബീല മൻ അനാബ ഇലയ്യ സുമ്മ ഇലയ്യ മർജിഉകും ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ.
ഓ മനുഷ്യ, നിന്റെ ഉമ്മയോട് ഒരുപാട് ബാധ്യത നിനക്കുണ്ട്, നിന്റെ മാതാവിനോട് ഒരുപാട് ബാധ്യത നിനക്കുണ്ട്. കാരണം വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ, ദുർബലതയ്ക്കുമേൽ ദുർബലതയിലായി നിന്റെ ഉമ്മ നിന്റെ ഗർഭം ചുമന്നു. വഫിസാലുഹു ഫീ യാമൈൻ, 2 മാസം അവർ നിന്നെ മുലയൂട്ടി. പ്രയാസം സഹിച്ച് നിന്നെ പോറ്റി വളർത്തിയവരാണവര്. മാതാപിതാക്കൾ നിന്നെ വളർത്തിക്കൊണ്ടുവന്നവരാണ്. നിനക്ക് വേണ്ടി കട്ടത സഹിച്ചവരാണ്, നിനക്ക് വേണ്ടി പ്രയാസങ്ങൾ സഹിച്ചവരാണ്. ആയതിനാൽ അനിഷ്കുല്ലി വലിവാലിദൈക്, എനിക്ക് നിങ്ങൾ നന്ദി കാണിക്കണം, നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ നന്ദി കാണിക്കണം. മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കാൻ ഖുർആൻ പറഞ്ഞു. അവിടെ ഖുർആൻ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, നിനക്കറിയാത്ത കാര്യത്തിൽ, നിനക്ക് വിവരമില്ലാത്ത കാര്യത്തിൽ അള്ളാഹുവിൽ പങ്കുചേർക്കാൻ, ശിർക്ക് ചെയ്യാൻ നിന്റെ മാതാപിതാക്കൾ നിന്നോട് കൽപ്പിച്ചാൽ, മുശ്രിക്കുകളായ ആ മാതാപിതാക്കളുടെ ശിർക്ക് ചെയ്യാനുള്ള കൽപ്പന ഒരിക്കലും മോനെ നീ അനുസരിക്കേണ്ടതില്ല. ആ വിഷയത്തിൽ അനുസരണം പാടില്ല. എന്നാൽ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, ദുനിയാവിന്റെ കാര്യത്തിൽ ഐഹികമായ ഇടപാടുകളിൽ ഏറ്റവും നല്ല നിലക്ക് വേണം നിന്റെ മുശ്രിക്കുകളായ, കാഫിറുകളായ, അമുസ്ലിങ്ങളായ മാതാപിതാക്കളോട് നീ പെരുമാറാൻ. മാതാപിതാക്കൾ അമുസ്ലിങ്ങളാണെങ്കിൽ അമുസ്ലിമായ വാപ്പയോട്, അമുസ്ലിമായ ഉമ്മയോട് എനിക്ക് ബന്ധമില്ല എന്നല്ല. നേരെ മറിച്ച് ഏറ്റവും നല്ല രൂപത്തിൽ ഐഹിക കാര്യങ്ങളിൽ അവരുമായി ഇടപെടണമെന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. ഐഹിക കാര്യങ്ങളിൽ ഏറ്റവും നല്ല നിലക്ക് ഇടപഴകണമെന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി കാണുന്ന ഒരു കാര്യമുണ്ട്, സാമ്പത്തിക സഹായം പോലും അമുസ്ലിങ്ങൾക്ക് ചെയ്തു കൊടുക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത് പറയുന്ന ഖുർആൻ എങ്ങനെ ഭീകരവാദമാകും? ഇത് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം എങ്ങനെ തീവ്രവാദിയാകും? ഇത് പഠിപ്പിച്ച പ്രവാചകൻ എങ്ങനെ ഭീകരവാദിയാകും? ഇത് പഠിപ്പിച്ച പ്രവാചകൻ എങ്ങനെ തീവ്രവാദിയാകും? അമുസ്ലിങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കണം. എന്തേ അത് പറയാനൊരു കാരണമുണ്ട്. ആ ആയത്ത് അവതരിക്കാനുള്ള ഒരു അവതരണ പശ്ചാത്തലുണ്ട്. കാര്യം എന്താന്ന് എന്ന് ചോദിച്ചാൽ, മുസ്ലിങ്ങളായ ചില ആളുകൾ പറഞ്ഞു, ഞങ്ങളിന് മുശ്രിക്കുകൾക്ക്, അമുസ്ലിങ്ങൾക്ക്, മുസ്ലിങ്ങളല്ലാത്തവർക്ക് ഒരു തരത്തിലുമുള്ള സഹായം ഞങ്ങൾ നൽകുകയില്ല. ഞങ്ങൾ ആരെയും സഹായിക്കൂല, ഞങ്ങളിന് മുസ്ലിങ്ങളെ മാത്രമേ സഹായിക്കൂ. അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ ഒരു കാരണമുണ്ട്. കാര്യം എന്ന് വെച്ചാല് പൈസ കിട്ടൂല എന്ന് കണ്ടാൽ, ചിലപ്പോ പൈസ കിട്ടാൻ വേണ്ടി ഒരു മുസ്ലിം ആയാലോ, പൈസ കിട്ടാൻ വേണ്ടി മുസ്ലിം ആയാലോ, മുസ്ലിമായി പൈസ കിട്ടാൻ വേണ്ടി വന്ന പൈസ കൊടുത്ത് മുസ്ലിം ആക്കാം എന്നൊരു നിലപാട് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകള്, പൈസ കൊടുത്താൽ ആളെ കിട്ടുമെങ്കിൽ പൈസ കൊടുത്ത ആളെ ചേർക്കാം, അരി കൊടുത്താൽ ആളെ കിട്ടുമെങ്കിൽ അരി കൊടുത്ത ആളെ ചേർക്കാം. അങ്ങനെ ചില നിലപാട് ഇന്നുണ്ടല്ലോ. അങ്ങനെ ചില നിലപാട് ചില ആളുകൾ അന്ന് ചിന്തിച്ചു. അതിന്റെ ഭാഗമായി അവര് പറഞ്ഞു, മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകൾക്ക് ഞങ്ങള് ഒരിക്കലും സാമ്പത്തിക സഹായം ചെയ്യൂല, മുസ്ലിങ്ങളായാല് ഞങ്ങൾ സാമ്പത്തിക സഹായം ചെയ്യുള്ളൂ. അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം അതായിരുന്നു, പൈസ കിട്ടാൻ വേണ്ടി മുസ്ലിം ആയാലോ എന്ന ഉദ്ദേശമായിരുന്നു. നല്ല ഉദ്ദേശമായിരുന്നു. പക്ഷേ അവരുടെ ആ നിയ്യത്ത്, അവരുടെ ആ നിലപാട് വിശുദ്ധ ഇസ്ലാം അംഗീകരിച്ചില്ല, വിശുദ്ധ ഖുർആൻ അംഗീകരിച്ചില്ല. നേരെ മറിച്ച് അമുസ്ലിങ്ങൾക്ക് ഞങ്ങൾ സാമ്പത്തിക സഹായം നൽകില്ല എന്ന് പ്രഖ്യാപിച്ച ആളുകളെ എതിർത്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ 272-ാം ആയത്ത് ഇറങ്ങി. ലൈസ അലൈക ഹുദാഹും വലാകിൻ അല്ലാഹ യഹ്ദീ മൻ യശാ വമാ തുൻഫിഖൂ മിൻ ഖൈറിൻ ഫലിഅൻഫുസികും വമാ തുൻഫിഖൂന ഇല്ലാ ഇബ്തിഗാഅ വജ്ഹില്ലാഹ് വമാ തുൻഫിഖൂ മിൻ ഖൈറിൻ യുവഫ ഇലൈക്കും വഅൻതും ലാ തുസ്ലമൂൻ. ലൈസ അലൈക്കും ഹുദാഹും, അവരുടെ സന്മാർഗം നിങ്ങളുടെ ബാധ്യതയല്ല. ലൈസ അലൈക്കും ഹുദാഹും, അവർ സന്മാർഗം സ്വീകരിക്കുന്നത് നിങ്ങളുടെ മേൽ ഏൽപ്പിക്കപ്പെട്ടതല്ല, നിങ്ങളാലത് നടത്തപ്പെടുന്നതല്ല. വലാകിൻ അല്ലാഹ യഹ്ദീ മൻ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ഹിദായത്തിലാക്കുന്നു. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ഹിദായത്തിലാക്കുന്നു. അവരുടെ ഹിദായത്തിന്റെ കൈകാര്യം നിങ്ങളുടെ കയ്യിലല്ല. ആയതിനാൽ വമാ തുൻഫിഖൂ മിൻ ഖൈറിൻ ഫലിഅൻഫുസികും, നിങ്ങൾ
പാവപ്പെട്ടവന്, പ്രയാസം അനുഭവിക്കുന്നവന് ഏത് തരത്തിലുള്ള സാമ്പത്തിക സഹായം ചെയ്താലും, ഏത് തരത്തിലുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുത്താലും ഫലി അൻഫുസിക്കും, അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും, അതിന്റെ ഗുണം നിങ്ങൾക്ക് കിട്ടും. വമാ തുൻഫിഖൂന ഇല്ല ഇബ്തിഗാഅ വജ്ഹില്ലാ, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയല്ലാതെ നിങ്ങൾ ചെലവാക്കുന്നുമില്ല. വമാ തുൻഫിഖൂ മിൻ ഖൈറിൻ യുവഫ ഇലൈക്കും വഅൻതും ലാ തുദ്ലമൂൻ, അല്ലാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ച് നന്മയിൽ നിങ്ങൾ ചെലവാക്കിയാൽ, അതൊരു അമുസ്ലിമിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു മുസ്ലിം അല്ലാത്തവന്റെ കാര്യത്തിലാണെങ്കിലും, ഒരു പാവപ്പെട്ടവനാണോ, ദാരിദ്ര്യം അനുഭവിക്കുന്നവനാണോ, പ്രയാസം അനുഭവിക്കുന്നവനാണോ, പ്രയാസത്തിന് ജാതിയില്ല, ദാരിദ്ര്യത്തിന് മതമില്ല, പട്ടിണിക്ക് ജാതിയില്ല, വിശപ്പിന് മതമില്ല. ആയതിനാൽ പ്രയാസം അനുഭവിക്കുന്നവൻ ഏത് മതക്കാരനായാലും ഏത് ജാതിക്കാരനായാലും അവനെ നീ സഹായിച്ചാൽ യുവഫ ഇലൈക്കും വഅൻതും ലാ തുദ്ലമൂൻ, തീർച്ചയായും അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും നിങ്ങൾ അനീതി പ്രവർത്തിക്കപ്പെടുകയില്ല, ഒരിക്കലും നിങ്ങളുടെ മേൽ അക്രമം പ്രവർത്തിക്കപ്പെടുകയില്ല. ഖുർആൻ പറയുകയാണ്, അമുസ്ലിങ്ങൾക്ക് വേണ്ടി ഖുർആൻ സംസാരിക്കുകയാണ്. അവർക്ക് സാമ്പത്തിക സഹായം അങ്ങോട്ട് ചെയ്തു കൊടുക്കണം. ചെയ്തു കൊടുക്കില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ നയം ശരിയല്ല എന്ന് പറഞ്ഞ ഖുർആൻ, ആ ഖുർആൻ എങ്ങനെ സാമൂഹ്യ വിരുദ്ധ പ്രത്യയശാസ്ത്രമായി മാറും? എങ്ങനെ തീവ്രവാദം പഠിപ്പിക്കുന്ന തീവ്രവാദികളുടെ വേദഗ്രന്ഥമായി മാറും? അതല്ല, തീവ്രവാദിയായ ഒരു പ്രവാചകന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന ഗ്രന്ഥമായി മാറും. ഏത് ന്യായത്തിന്മേലാണ്, ഏത് തത്വശാസ്ത്രത്തിന്മേലാണ്? ഒരിക്കലും വിശുദ്ധ ഖുർആൻ തീവ്രവാദം മനുഷ്യന്റെ മുന്നിൽ പഠിപ്പിച്ചിട്ടില്ല, ഭീകരവാദം പഠിപ്പിച്ചിട്ടില്ല. മാത്രല്ല, അമുസ്ലിങ്ങൾ പട്ടിണി കിടക്കരുത് എന്നാണ്, അവിശ്വാസികൾ പട്ടിണി കിടക്കരുത് എന്ന തത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ഖുർആൻ. അമുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ഖുർആനാണ്, അമുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട ഖുർആനാണ് വിശുദ്ധ ഖുർആൻ. സൂറത്ത് ബഖറയിലെ 126-ാമത്തെ ആയത്ത് നോക്ക്. വഇദ് ഖാല ഇബ്രാഹീമു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഖുർആൻ പറയുകയാണ്, വഇദ് ഖാല ഇബ്രാഹീം, ഇബ്രാഹിം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ, നാദാ ഈ നാടിനെ, ഈ മക്ക പട്ടണത്തെ നിർഭയകരമായൊരു രാജ്യമാക്കണേ അല്ലാ, നിർഭയകരമായൊരു രാജ്യമാക്കണേ അല്ലാ, സമാധാനമുള്ളൊരു രാജ്യമാക്കണേ അല്ലാ. അതാണ് ഒരു മുസൽമാന്റെ തേട്ടം. നാട്ടിൽ സമാധാനം വേണം, നാട്ടിൽ സമാധാനം വേണം, നാട്ടിൽ നിർഭയത്വം ഉണ്ടാകണം. സ്ഫോടനമല്ല ഉണ്ടാകേണ്ടത്, ഭീകരപ്രവർത്തനമല്ല നടക്കേണ്ടത്, പൊട്ടിത്തെറികളല്ല നടക്കേണ്ടത്, കായികാഭ്യാസങ്ങളല്ല നടക്കേണ്ടത്. അന്യന്റെ നെഞ്ചത്തേക്ക് കടാര കുത്തിയിറക്കി ആ നെഞ്ചളവ് പരിശോധിക്കുന്ന പ്രതിഭാസമല്ല ലോകത്ത് നടക്കേണ്ടത്. നേരെ മറിച്ച് ലോകത്ത് സമാധാനം ഉണ്ടാകണം, രാജ്യത്ത് സമാധാനം ഉണ്ടാകണം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനാ, ഈ മക്ക പട്ടണത്തെ നിർഭയകരമായ സമാധാനപരമായ ഒരു രാജ്യമാക്കണേ നാദാ. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്, ഈ മക്ക പട്ടണത്തിൽ ജീവിക്കുന്ന, ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് നീ കായികനികൾ നൽകണേ അല്ലാ. മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഈ നാട്ടിൽ ജീവിക്കുന്ന, നിന്നെ വിശ്വസിക്കുന്ന, അല്ലാഹുവേ നിന്നിൽ ഈമാനുള്ള, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾക്ക്, വിശ്വാസികൾക്ക് നീ കായികനികൾ നൽകണേ അല്ലാ. നീ അവർക്ക് വിഭവ സമൃദ്ധമായ അന്നം നൽകണേ അല്ലാ. വിശ്വാസികൾക്ക് നീ കൊടുക്കണേ അല്ലാ, വിശ്വാസികൾക്ക് നീ പഴവർഗ്ഗങ്ങൾ നൽകണേ അല്ലാ. ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. അള്ളാഹ് എങ്ങനെ ഇജാബത്ത് നൽകിയത്? റബ്ബ് എങ്ങനെ ഇജാബത്ത് നൽകിയത്? ഓ ഇബ്രാഹിം, ഈ നാട്ടിലുള്ള വിശ്വാസികൾക്ക് മാത്രമല്ല, ഈ നാട്ടിലുള്ള വിശ്വാസികൾക്ക് മാത്രമല്ല, വമൻ കഫറ, വമൻ കഫറ, ഈ നാട്ടിൽ അവിശ്വാസികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും നാം നൽകും ഇബ്രാഹിം, അവർക്കും നാം കൊടുക്കും ഇബ്രാഹിം. ഈ നാട്ടിലെ വിശ്വാസികൾക്ക് മാത്രമല്ല, വമൻ കഫറ, അവിശ്വാസികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഞാൻ കൊടുക്കും ഇബ്രാഹിം. അവർക്കും കൊടുക്കുന്ന ഖുർആൻ, അവർക്ക് കൊടുക്കണ്ടെന്നല്ല, അവർക്ക് കൊടുക്കേണ്ടതല്ല, അവർക്ക് കൊടുക്കണം എന്നാണ്. അതാ ഖുർആനിന്റെ വാശി. വമൻ കഫറ, അവിശ്വസിച്ചവനുമുണ്ട്, അവിശ്വാസികൾക്കും കൊടുക്കും. അവർക്കും ഈ ലോകത്ത് ഭൗതികമായ പഴവർഗ്ഗങ്ങളും അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങളും കൊടുക്കും. ആരും ഇവിടെ പട്ടിണി കിടക്കരുത്,
ആരും പ്രയാസം അനുഭവിക്കരുത്. ഇനി പരിശോധിച്ചാൽ മാന്യ സഹോദരങ്ങളെ, എത്രത്തോളം ഖുർആൻ പറഞ്ഞു മറ്റുള്ളവരുടെ ആരാധനാമൂർത്തികളെ ചീത്ത വിളിക്കരുത്. മുസ്ലിങ്ങൾ പാലിക്കേണ്ട മര്യാദ പഠിപ്പിച്ചതാണ്. പെരുമാറ്റ മര്യാദ പഠിപ്പിച്ചിട്ട് പറഞ്ഞു, വലാ തസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദവ്വൻ ബിഗൈരി ഇൽമ കദാലിക സയ്യന്നാ ലികുല്ലി ഉമ്മത്തിൻ അമലഹും തുമ്മ ഇലാ റബ്ബിഹിം നർജിഉഹും ഫയുനബ്ബിഉഹും ബിമാ കുൻതും യഅമലൂൻ. വിശുദ്ധ ഖുർആൻ പറയുന്നു, വലാ തസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവരുടെ ആരാധനാമൂർത്തികളെ ഒരിക്കലും നിങ്ങൾ ചീത്ത വിളിക്കരുത്. ഇത് ലോകത്ത് പഠിപ്പിക്കപ്പെട്ട ഒരു വിഭാഗം ഉണ്ടെങ്കിൽ മുസ്ലിങ്ങൾ മാത്രമാണ്. അഭിമാനത്തോടെ മുസ്ലിമിനെ വിളിച്ചു പറയാം, അഭിമാനത്തോടെ മുസ്ലിമിനെ ഉറക്കെ പറയാം. ഈ ഒരു തത്വം നിർദ്ദേശിക്കപ്പെട്ട ഒരു മതവിഭാഗം ലോകത്തുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾ മാത്രമാണ്. വലാ തസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദവ്വൻ ബിഗൈരി ഇൽമ, ഒരിക്കലും അല്ലാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവരുടെ ആരാധനാമൂർത്തികളെ നിങ്ങൾ ചീത്ത വിളിക്കരുത്. കാരണം അവർ വിവരമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്. അതുകൊണ്ട് ആ വിവരക്കേടിൽ നിന്ന് അള്ളാഹുവിനെ തിരിച്ചവർ ചീത്ത വിളിക്കാൻ സാധ്യതയുണ്ട്. അതിനുള്ള സാഹചര്യം മുസ്ലിമെ ഒരിക്കലും നീ ഒരുക്കാൻ പാടില്ല. അള്ളാഹുവിനെ അമുസ്ലിങ്ങൾ അറിവില്ലാത്തവർ തിരിച്ച് ചീത്ത വിളിക്കാനുള്ളൊരു സാഹചര്യം ഒരിക്കലും മുസ്ലിമെ നീ ഉണ്ടാക്കാൻ പാടില്ല. ഖുർആന്റെ കൽപ്പനയാണ് ആ സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ. വലാ തസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹ്, അവരുടെ ആരാധനാമൂർത്തികളെ ഒരിക്കലും നിങ്ങൾ ചീത്ത വിളിക്കരുത്. എത്ര കൃത്യമായ നിർദ്ദേശ! ഇവിടെ എവിടെ തീവ്രവാദം, ഇവിടെ എവിടെയാ ഭീകരവാദം, ഇവിടെ എവിടെയാ വിധ്വംസക പ്രവർത്തനം, ഇവിടെ എവിടെയാ രഹസ്യ അജണ്ട, ഇവിടെ എവിടെയാ അരണ്ട വെളിച്ചത്തിരുന്നുള്ള രഹസ്യ ഭാഷണങ്ങൾ? ഇല്ല. ഇവിടെ VC ഇല്ല, ഇവിടെ വാളണ്ടിയർ ഖോർ ഇല്ല, ഇവിടെ രഹസ്യ അജണ്ടകളില്ല, ഇവിടെ ഒളിപ്രവർത്തനങ്ങളില്ല. ഇവിടെ സുതാര്യമാണ്, ഇവിടെ തുറന്ന പ്രവർത്തനമാണ്. ലോകത്തുള്ള ഏതൊരു മനുഷ്യരോടും പറയാൻ കഴിയുന്ന, അത്യുച്ചത്തിൽ വിളിച്ചു പറയാൻ കഴിയുന്ന അടിസ്ഥാനപരമായ തത്വ ഖുർആൻ പഠിപ്പിക്കുന്നത്. എത്രത്തോളം മുസ്ലിങ്ങളോട് അല്ലാഹ് പറഞ്ഞു യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നീതിക്ക് വേണ്ടി നിലകൊള്ളണം മുസ്ലിം, സമൂഹത്തിന് വേണ്ടി നിലകൊള്ളണം മുസ്ലിം, രാജ്യത്തിന് വേണ്ടി നിലകൊള്ളണം മുസ്ലിം, സമൂഹത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി നിലകൊള്ളണം മുസ്ലിം. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ, നിങ്ങൾക്ക് അല്ലാഹു യുദ്ധം ചെയ്യാനുള്ള അനുമതി തന്നിരിക്കുന്നു, തീർച്ചയായും അവർ ആക്രമിക്കപ്പെട്ടവരായതുകൊണ്ട്. വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ, തീർച്ചയായും ആ സംഘത്തെ, ആ യുദ്ധസന്നാഹത്തെ സഹായിക്കാൻ അല്ലാഹു കഴിവുള്ളവനാണ്. അല്ലാഹു അവരെ സഹായിക്കുന്നു. ഖുർആൻ റബ്ബ് അത് ഏറ്റെടുത്തു എന്നാണ്. എന്തിനാ യുദ്ധം പറഞ്ഞത്? എന്തിനാ യുദ്ധം ചെയ്തത്? എന്തിനാ മുസ്ലിം യുദ്ധം ചെയ്യേണ്ടത്? അതിന്റെ കാരണം അല്ലാഹു വിശദീകരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് മുസ്ലിം യുദ്ധം ചെയ്യുന്നത്? അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖിൻ ഇല്ലാ അയ്യഖൂലൂ റബ്ബുനല്ലാഹ്. അതെ, അവരവരുടെ വീടുകളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ടിരിക്കുന്നു. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, അവരൊരു കുറ്റവും ചെയ്തിട്ടില്ല, അവരൊരു രാജ്യദ്രോഹ പ്രവർത്തനവും നടത്തിയിട്ടില്ല. നേരെ മറിച്ച് അവർ ചെയ്ത തെറ്റ് റബ്ബുനല്ലാഹ് ഇല്ലാ അയ്യഖൂലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണെന്ന് പറഞ്ഞ ഒരു കാര്യമല്ലാതെ, ഒരു തെറ്റല്ലാതെ മറ്റൊരു തെറ്റും അവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ റബ്ബ് അല്ലാഹയാണെന്ന് പറഞ്ഞ കാരണത്താൽ, അവരെ അവരുടെ വീടുകളിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ട കാരണത്താൽ അവർ യുദ്ധം ചെയ്യണം. അതുകൊണ്ട് മാത്രമാണോ? അല്ല. വലൗലാ ദഫുല്ലാഹിന്നാസ ബഅദഹും ബിബഅദിൻ ലഹുദ്ദിമത് സവാമിഉ വബിയഉൻ വസലവാതുൻ വമസാജിദു യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറാ. ഖുർആൻ പറയുകയാണ്, വലൗലാ ദഫുല്ലാഹിന്നാസ ബഅദഹും ബിബഅദിൻ, ചിലരെ കൊണ്ട് അല്ലാഹു ചിലരെ തടുത്തു നിർത്തിയില്ലായിരുന്നെങ്കിൽ ലഹുദ്ദിമത് സവാമിഉ, ഇവിടെ സന്യാസി മഠങ്ങൾ തകർക്കപ്പെടുമായിരുന്നു. വബിയഉൻ വസലവാതുൻ, ഇവിടെ ക്രൈസ്തവ ആരാധനാലയങ്ങൾ തകർക്കപ്പെടുമായിരുന്നു. ഇവിടെ ജൂത ദേവാലയങ്ങൾ തകർക്കപ്പെടുമായിരുന്നു. വമസാജിദു യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറാ, അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന അല്ലാഹുവിന്റെ പള്ളികളും തകർക്കപ്പെടുമായിരുന്നു. ഇവിടെ സന്യാസി മഠങ്ങൾ തകർക്കപ്പെടാൻ പാടില്ല.
ചർച്ചുകൾ തകർക്കപ്പെടാൻ പാടില്ല, ജൂത ദേവാലയങ്ങൾ തകർക്കപ്പെടാൻ പാടില്ല, അള്ളാഹുവിന്റെ പള്ളികളും തകർക്കപ്പെടാൻ പാടില്ല. ഇങ്ങനെ വാശിയുള്ള വേദഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. അമ്പലം തകർക്കരുത്. ആരാ പറഞ്ഞത്? ആരാ പഠിപ്പിച്ചത്? വിശുദ്ധ ഖുർആൻ. ചർച്ച് തകർക്കരുത്, ആരാ പറഞ്ഞത്? ഖുർആൻ. ജൂത ദേവാലയങ്ങൾ, അവരുടെ ആരാധനാലയങ്ങൾ തകർക്കരുത്, ആരാ പറഞ്ഞത്? ഖുർആൻ. അള്ളാന്റെ പള്ളികൾ തകർക്കരുത്, അള്ളാഹുവിന്റെ ഭവനങ്ങൾ തകർക്കരുത്. നാലാമതാണ് അത് ഖുർആൻ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് സന്യാസി മഠം തകർക്കരുതെന്നാണ്, പിന്നെ പറഞ്ഞത് ചർച്ചുകൾ തകർക്കരുതെന്നാണ്, പിന്നെ പറഞ്ഞത് ജൂത ദേവാലയങ്ങൾ തകർക്കരുതെന്നാണ്, നാലാമത് പറയുന്നത് അള്ളാഹുവിന്റെ പള്ളികൾ തകർക്കരുതെന്നാണ്. എത്ര കാരുണ്യാണ് ഖുർആന്റേത്, എത്ര വിശാലമാണ് വിശുദ്ധ ഇസ്ലാം. ഈ തത്വം പഠിപ്പിച്ച ഖുർആൻ തീവ്രവാദാണെന്ന് പറഞ്ഞാൽ, ഈ ഖുർആന്റെ അനുയായികൾ ഭീകരവാദികളാണെന്ന് പറഞ്ഞാൽ അത് ലോകത്ത് അംഗീകരിച്ചു കൊടുക്കണോ? അത് അംഗീകരിച്ചു കൊടുക്കണോ? ഇനിയോ വിശുദ്ധ ഖുർആന്റെ വിശാലമായ കാഴ്ചപ്പാട് എത്രത്തോളം? ഒരു യുദ്ധവേളയിൽ, ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും വഇന്നഹദും മിനൽ മുശ്രികീന ഇസ്തജാറക ഫഅജ്റുഹു ഹത്താ യസ്മഅ കലാമല്ലാഹ് തുമ്മ അബ്ലിഗ്ഹു മഅമന ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഅലമൂൻ. ഒരു യുദ്ധവേളയിൽ മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ അടുക്കലേക്ക് അഭയം ചോദിച്ചു വന്നാൽ, അള്ളാഹുവിന്റെ കലാമ് കേൾക്കാൻ, അള്ളാഹുവിന്റെ ഖുർആൻ കേൾക്കാൻ, ആ വേദം കേൾക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന രൂപത്തിൽ നിങ്ങൾ അവന് അഭയം നൽകണം കേട്ടോ, നിങ്ങൾ അവന് അഭയം നൽകണം കേട്ടോ. ഒരു യുദ്ധവേളയിൽ മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒരു മുശ്രിക്ക്, ഒരു അമുസ്ലിം നിന്റെ അടുക്കലേക്ക് അഭയം ചോദിച്ചു വന്നാൽ, നീ അമുസ്ലിമാണ്, നിന്റെ തല ഞാൻ എടുക്കും, നിന്നെ ഞാൻ കൊല്ലുമെന്നല്ല മുസ്ലിം പറയേണ്ടത്. നേരെ മറിച്ച് വഇന്നഹദും മിനൽ മുശ്രികീന ഇസ്തജാറക ഫഅജ്റുഹു, നിന്റെ അടുക്കൽ അഭയം ചോദിച്ചു വന്നാൽ നീ അഭയം കൊടുക്കണം, അള്ളാഹുവിന്റെ കലാമ് കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ടോ കേട്ട് കഴിഞ്ഞാൽ തലവെട്ടുന്ന, അത് കേൾപ്പിച്ചു കഴിഞ്ഞാൽ തലവെട്ടുന്ന അല്ല, നേരെ മറിച്ച് തുമ്മ അബ്ലിഗ്ഹു മഅമന, സുരക്ഷിതമായി അവന്റെ വീട്ടിൽ അവരെ നീ കൊണ്ടുപോയി ആക്കണം. ഖുർആൻ ഇത് പറയണത്, ഖുർആൻ ഇത് പ്രഖ്യാപിക്കണേ. എന്ത്? അതേ ഒരു യുദ്ധവേളയിൽ പോലും ഒരു അമുസ്ലിം നിന്റെ അടുക്കല് അഭയം ചോദിച്ചു വന്നാൽ അഭയം കൊടുക്കണം, അള്ളാന്റെ ഖുർആനും പറഞ്ഞു കൊടുക്കണവർക്ക്. എന്നിട്ടോ അത് കേൾപ്പിച്ചിട്ട് അവരുടെ വീട്ടിൽ അവരുടെ സുരക്ഷിത സങ്കേതത്തിൽ അവരെ കൊണ്ടുപോയി നീ എത്തിച്ചു കൊടുക്കണം. എന്താ ഇങ്ങനെ പറയാൻ കാരണം, ഇങ്ങനെ നിർദ്ദേശിക്കാൻ കാരണം? അവരറിയാത്തൊരു സമൂഹമാണ്, അവരറിയാത്തൊരു ജനവിഭാഗമാണ്. അതുകൊണ്ട് ഈ നിലപാടാണ് അവരോട് സ്വീകരിക്കേണ്ടതെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ ഈ ഖുർആൻ എങ്ങനെ തീവ്രവാദമാകും? മാന്യ സഹോദര, ഈ തത്വശാസ്ത്രം എങ്ങനെ ഭീകരവാദ തത്വശാസ്ത്രമാകും, തീവ്രവാദ തത്വശാസ്ത്രമാകും? ഇല്ല, ഒരിക്കലും ഇസ്ലാം തീവ്രവാദം പഠിപ്പിച്ചിട്ടില്ല, ഒരിക്കലും മുസ്ലിം സമുദായം തീവ്രവാദികളായിട്ടില്ല. എന്നാൽ ഇന്ന് നേരെ തലതിരിഞ്ഞാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഭീകരവാദി എന്ന നിലയിൽ ചിത്രീകരിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ടെററിസം എന്ന വാക്ക് അതിനോട് എഴുതി ചേർക്കുകയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭീകരവാദമാണ്, മുസ്ലിം എന്ന് പറഞ്ഞാൽ ഭീകരവാദിയാണ് എന്ന രൂപത്തിലുള്ള പ്രചരണം ശക്തമായി സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഈ പ്രചരണം നടക്കുമ്പോ ചില ആളുകളെങ്കിലും അതിന്റെ പിന്നിലുള്ള ഗൂഢതന്ത്രം മനസ്സിലാക്കാതെ അതിനെ അനുകൂലിക്കുകയോ അതിനോട് അനുയോജ്യ പ്രഖ്യാപനം നടത്തുകയോ അതിനനുകൂലമായി നിലപാട് സ്വീകരിക്കുകയോ ചെയ്യുന്നുണ്ടെന്ന് സമൂഹത്തിൽ. എന്നാൽ ഇസ്ലാം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരിക്കലും അതുമായി യോജിക്കാൻ ഒരു മുസ്ലിമിന് സാധ്യമല്ല. വിശുദ്ധ ഇസ്ലാം അതുമായി സന്ധിയാവുകയില്ല.